അപ്പോഴേ ബിഗ് ബോസിൽ അനീഷ് പറയണ പോലെ എല്ലാവർക്കും സുപ്രഭാതം. അപ്പോൾ രാവിലത്തെ പതിവ് ഡ്യൂട്ടിയിലേക്ക് നമ്മൾ കിടന്നിട്ടുണ്ട്. പാലൊക്കെ കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് മക്കൾക്ക് കൊടുത്തു വിടാൻ ഉദ്ദേശിക്കുന്നത് ബീട്രൂട്ട് ഒലത്തിയതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ബീട്രൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും പാല് തിളച്ചു. പിന്നെ അതങ്ങോട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ചായയൊക്കെ ഉള്ളതും വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബീട്രൂട്ട് ഒലക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊടിച്ച് വേപ്പിലൊക്കെ ഇട്ട് അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും സവാളയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതവിടെ കിടന്നിട്ട് വെന്തോളോട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചായ വെച്ചപ്പോഴത്തേക്കും അതും ഗ്ലാസ്സിൽ വെച്ചിട്ട് അനിക്കൊണ്ടേ കൊടുത്തു. പിന്നെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് മുട്ട പൊരിച്ച് അതും വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്ക് മുട്ട പുഴുങ്ങിയതായിരുന്നേ. അപ്പോൾ ഞാനത് അങ്ങോട്ട് പുഴുങ്ങിയത് തോടൊക്കെ കളഞ്ഞ് അതങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാസ്ത പുട്ടാണ്. അപ്പോൾ അതും വേവിച്ചെടുക്കുന്നുണ്ട്. പുട്ടിന് കറി പീസ് കറിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതേ ഉള്ളൂ. എന്നിട്ട് സവാള അരിഞ്ഞ് വെച്ച സവാള ഒരു പകുതി സവാളയാണ് എടുത്തേക്കണം. അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം അങ്ങോട്ട് വാടാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും പിന്നെ അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുത്ത ശേഷം അരപ്പം അങ്ങോട്ട് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചെടുത്ത് വെച്ചേക്കണം ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം പിന്നെ ഒരു 2 മിനിറ്റ് നേരം അടുപ്പ് തന്നെ വെക്കാം കേട്ടോ. ഗ്രീൻ പീസ് തിളച്ച് ആ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കണം അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഗ്രീൻ പീസ് കറി. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ. അങ്ങനെ മക്കളൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഒരു സമാധാനത്തിലൊരു ചായ കുടി.